ഹേ ഗായ്സ്, വെൽക്കം ബാക്ക്. നമ്മൾ ഇന്ന് കുറച്ച് ബിസി ഡേ ആണ്. ഞാനിപ്പോൾ ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് നേരത്തെ ഞാൻ ഇറങ്ങി. ഒരു 1 hour മുമ്പേ ഞാൻ ഇറങ്ങി. എന്താണെന്ന് വെച്ചാൽ 2 കാര്യമുണ്ട്. ഇന്ന് എനിക്ക് ഹാമ്പർ ഡെലിവറി ചെയ്യാനുണ്ട് ഒരെണ്ണം. അതിന് പ്രിപ്പയർ ചെയ്തിട്ടില്ല, പ്രിപ്പയറും ചെയ്യാനുണ്ട്, അതേപോലെ ഡെലിവറി ചെയ്യാനുണ്ട്. പിന്നെ ഒരു ബർത്ത്ഡേ ഫംഗ്ഷനും കൂടി ഉണ്ട്. അപ്പോൾ നമുക്കറിയുന്ന ആൾക്കാരാണ്. അപ്പോൾ ഹസ്ബൻഡിൻ്റെ ഫ്രണ്ട്സൊക്കെയാണ്. അപ്പോൾ അവർ പറഞ്ഞു നമ്മൾ ഡെക്കറേറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു, നമ്മളോട് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ നമുക്ക് ഓക്കെ, നമുക്ക് ഇഷ്ടമാണല്ലോ ഡെക്കറേറ്റ് ചെയ്യാൻ. അപ്പോൾ അതിൻ്റെ ഒരു പരിപാടിയും കൂടി ഉണ്ട്. അപ്പോൾ ടൈം ഈസ് വെരി പ്രഷ്യസ്. ഞാൻ എന്താ പറയുക, 1/2 മണിക്കൂർ കൊണ്ട് ഇതൊക്കെ എനിക്ക് സെറ്റ് ചെയ്യണം. പിന്നെ ഇവിടുന്ന് ഒരു 4 മണിയാകുമ്പോൾ ഇറങ്ങിയിട്ട് ഒരു 5 മണി 5:30 എനിക്ക് ഇവിടെ തിരിച്ചെത്തണം. എന്നാലാണ് ഇവിടുന്ന് എല്ലാവരെയും കൂട്ടിപ്പോയിട്ട് നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ആ ഒരു പ്രോസസ്സിലാണ്. ഇപ്പം ഈ ഹാമ്പറിനായാലും അവർ പറഞ്ഞതെന്ന് വെച്ചാൽ ഒരു ഷർട്ടും ഒരു പാൻറ്റും വെക്കാനാണ്. ഇതാണ് നമ്മുടെ ബോക്സ്. ഏറ്റവും ടാസ്ക് എന്താണെന്നറിയോ, തെർമോക്കോൾ കട്ട് ചെയ്യുന്നത്. ഞാൻ ആക്ച്വലി ഇവിടെ വരുമ്പോൾ ഹാമ്പേഴ്സ് ഞാൻ ഉണ്ടാക്കി തുടങ്ങും എന്നുള്ളൊരു എക്സ്പെക്റ്റേഷൻ ഒന്നും എനിക്കില്ല. പക്ഷേ എനിക്ക് ക്രിയേറ്റീവായിട്ട് കുറേ കാര്യങ്ങൾ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. അതായത് എനിക്കതൊരു ഭയങ്കര റിലാക്സിങ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഞാനപ്പോൾ ചിന്തിച്ചു, ഇവിടെ വന്നപ്പോൾ ആദ്യമൊക്കെ വെറുതെ ഇരിക്കുമ്പോൾ ഭയങ്കര സുഖമാണ്. പിന്നെ 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 ഇരിക്കുമ്പോൾ അതങ്ങോട്ട് ഇഷ്ടമാവില്ല, ഭയങ്കര ബോറടി. അപ്പോൾ കരുതി ചുമ്മാ തുടങ്ങിയാലോ എന്ന് വിചാരിച്ചു തുടങ്ങിയ സംഭവമാണ്. പക്ഷെ നല്ല നല്ല പരിപാടി കേട്ടോ. എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഏറ്റവും ഇഷ്ടമായത്, നമ്മൾ സർപ്രൈസ് ചെയ്യാൻ പോകുമ്പോൾ അവരുടെ റിയാക്ഷൻസ് കാണുന്നതാണ്. നമ്മൾ സർപ്രൈസ് ഗിഫ്റ്റ് കൊടുക്കുമ്പോൾ അവരുടെ റിയാക്ഷൻസ് ഉണ്ടല്ലോ, അത് ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ തരുന്ന കാര്യമാണ്. എന്താണെന്ന് അറിഞ്ഞൂടാ. അങ്ങനെ കൊടുത്ത് കണ്ടതിന് ശേഷം നമ്മൾ ഫസ്റ്റ് ഒരു ഹാമ്പർ കൊടുത്തപ്പം അവരുടെ റിയാക്ഷൻ, എൻ്റെ ഹസ്ബൻഡാണ് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് എടുത്തിട്ട് വന്നപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഓക്കെ, ഇത് നല്ല കുറേ വർക്ക് കിട്ടുന്നതല്ല, എന്നാലുള്ള വർക്ക് വെച്ചിട്ട് അൽഹംദുലില്ലാ നല്ലൊരു ഇതാണ്. കാരണം നമ്മളിപ്പോൾ ഈ ഡെയിലി നമ്മൾ ഓഫീസ് ജോബ് ചെയ്യുമ്പോൾ ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ ഉണ്ടാവുന്നത് ആക്ച്വലി നല്ലതാണ് അല്ലേ? കാരണം നമ്മളെ മൈൻഡും റിലാക്സ്ഡ് ആയിരിക്കും, നമ്മൾ എന്തിലെങ്കിലും ബിസി ആയിരിക്കും. പ്രത്യേകിച്ച് നമ്മളിവിടെ ഒറ്റയ്ക്ക് വന്ന് നിൽക്കല്ലേ, എത്ര ആയാലും. അങ്ങനെ നമ്മളെ റിലേറ്റീവ്സ് ആരും ഇവിടെ അധികം ഇല്ലല്ലോ. എൻ്റെ ആരും ഇല്ല കേട്ടോ, എൻ്റെ റെജിയുടെ ഇവിടെ ആരുമില്ല റിലേറ്റീവ്സ്. അപ്പോൾ അങ്ങനത്തെ ഒക്കെ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ എന്തിലെങ്കിലും ബിസി ആയിട്ട് പോകുന്നത് നല്ല കാര്യമാണ്. അപ്പോൾ അന്ന് ജസ്റ്റ് വെറുതെ തുടങ്ങിയതാണ്, വീട്ടിലിരുന്ന് വർക്ക് ചെയ്യാമല്ലോ എന്ന് വെച്ചിട്ട്. പിന്നെ ഞാൻ അത് കണ്ടിന്യൂ ചെയ്യാമെന്ന് വിചാരിച്ചു. ഞാൻ ഡ്യൂട്ടിക്ക് ഇപ്പോൾ പോകുന്നുണ്ടെങ്കിലും എനിക്ക് ടൈം കിട്ടുമ്പോൾ ഞാൻ ഓർഡേഴ്സ് എടുത്ത് ചെയ്യുന്നുമുണ്ട്. പിന്നെ റെജി നല്ല സപ്പോർട്ടീവാണ്. റെജിയാണ് എൻ്റെ മാർക്കറ്റിംഗ് മാനേജർ, അക്കൗണ്ട്സ് മാനേജർ. റെജിയാണ് ഓൾ ഇൻ ഓൾ. ഞാൻ ജസ്റ്റ് വർക്ക് ചെയ്താൽ മതി. നല്ല കാര്യമല്ലേ? നിങ്ങൾക്ക് ഇപ്പം എന്നെ കണ്ട് ബോറടിക്കണ്ടാവും. ഞാൻ അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് വരാം. പണിയെടുത്ത് ക്ഷീണിച്ചെന്നൊക്കെ ക്ഷീണിച്ച ആൾക്കാര് ചേച്ചി ഇവിടെ എക്സ്പ്രഷൻ ഇട്ടുണ്ട്. അവിടൊക്കെ ഉണ്ട്. കണ്ട കഴിച്ച് നിങ്ങൾ ഞാനൊന്നല്ല. പോപ്പ് ചെയ്യണം. ആര് പൊട്ടിക്കണ്ടെങ്കിലും 2ാമത്തെ പോപ്പർ അടുത്ത് കൂടി വെക്കണേ. കാരണം ഒരെണ്ണം പൊട്ടിയില്ലെങ്കിൽ അതാണ്. നമ്മള് സെറ്റ് ചെയ്തല്ലേ.
അപ്പോൾ ഗൈസ് നമ്മൾ പ്രിപ്പറേഷനൊക്കെ കഴിഞ്ഞു, സർപ്രൈസ് ചെയ്തു. ഇവിടെ വിഷുണ്ട്, 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 വിഷു വിഷു ടാറ്റ ഐശ്വര്യ ചേച്ചി ഞാൻ വിടില്ല, ഇനി ഞങ്ങൾ കേക്കിനുള്ള വെയിറ്റിംഗ് ആണ് അല്ലേ ചേച്ചി? അതെ, കേക്ക് കഴിക്കണം, അതവിടെ ഇരിക്കണ്ടേ. ഇത് ഒട്ടിച്ചാലും മതി. അതന്നെ ഞങ്ങളെ ഡെക്കറേഷൻ ആരും കമന്റ് ചെയ്യരുത്. ഞങ്ങൾക്ക് വേറെ നിവർത്തിയില്ല, ബാക്ക്ഗ്രൗണ്ട് വേറെ ഒന്നും സെറ്റ് ചെയ്യാൻ പറ്റില്ല. ശരിക്കും സർപ്രൈസ് ആയ പിന്നില്ലേ? വ്ളോഗാണ്, ഞാൻ നേരത്തെ ചോദിച്ചപ്പോൾ എടുക്കാൻ പറഞ്ഞു. അതോട്ടാ എക്സ്പെൻസീവ് ആണ്, ആരെയും വിളിക്കണമെന്നല്ലേ പറഞ്ഞത്. കണ്ടെടുത്തോ ചപ്പാത്തി അവിടെ ഉണ്ടല്ലോ, അതില്ല അത് വെച്ചെടുത്തോ. അപ്പോൾ ഗൈസ് ഇന്ന് അത്രേ ഉള്ളൂ. ഇന്ന് കുറച്ച് ബിസിയായി, പക്ഷെ നല്ല രസമുണ്ടായിരുന്നു. എല്ലാവരും കൂടെ ഫ്രണ്ട്സ് എല്ലാവരും കൂടെ ഗ്യാദർ ചെയ്യാന്ന് പറഞ്ഞാൽ അതൊരു വൈബ് തന്നെ. താങ്ക്സ് മനീഷേട്ടൻ. അതെ, കഴിഞ്ഞ് 2-3 ദിവസമൊക്കെ കറങ്ങി കഴിഞ്ഞ് പഠിത്തമൊന്നും ഉണ്ടാവില്ല. അതന്നെ 2 ദിവസം നമ്മൾ റൂമിലേക്ക് തന്നെ പോണവേ. 2 ദിവസം നല്ലൊരു ബിസി, ഒരു എൻജോയ്മെന്റ്, ഫ്രണ്ട്സിനെ എല്ലാരെയും എല്ലാരായിട്ടും ഭയങ്കര ഗൾഫ് ലൈഫിൽ ഏകദേശം ഇതൊക്കെയാണ് നമുക്കുള്ള കുറെ മൊമെന്റ്സ്. We enjoyed a lot. അതെ, റെജിനെ അവിടെ കാണാൻ പോലും കിട്ടുന്നില്ല, ഫുൾ ബിസി. അങ്ങനെ അപ്പൊ അത്രേ ഉള്ളൂ. ബൈ ബൈ. ബൈ.